ദിവ്യ സലൈ. താങ്ക് യു. സൂപ്പർ. ശരിക്കും ദിവ്യ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പണ്ട്. ഭരതനാട്യമാണോ? വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കുറച്ച് മോഹിനിയാട്ടം. അതെയോ? ശരിക്കും ഭയങ്കര എക്സ്പ്രഷൻസ് ആയിരുന്നു ഇവിടെ, കണ്ണും. നല്ല രസമുണ്ടായിരുന്നു ദിവ്യ, കാണാനും കേൾക്കാനും. ഇറ്റ് വാസ് എ ട്രീറ്റ് ശരിക്കും. താങ്ക് യു. അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസിന് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. ആദ്യം ജെൻസി ചേച്ചി. ദിവ്യ യെസ് മാം. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പാട്ടും അതേപോലെ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഒരിടത്തും കുറ്റം പറയാൻ കണ്ടില്ല. താങ്ക് യു മാം. ഭയങ്കര നല്ലൊരു മൂഡായിരുന്നു പാട്ട്. താങ്ക് യു സോ മച്ച് മാം. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചിത്രേച്ചി. ദിവ്യ മാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കാനും കേൾക്കാനും രണ്ടും നന്നായിട്ട്. പറയത്തക്ക കുറ്റങ്ങളൊന്നും എഴുതാൻ പറ്റിയില്ല. ഞങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു അങ്ങനെ രസിച്ച് കേട്ടോ. അതിലിങ്ങനെ സ്വിങ് ചെയ്തിങ്ങനെ അങ്ങനെ ഇരിക്കുകയായിരുന്നു രസിച്ച് എല്ലാവരും കേട്ടോ. നന്നായിട്ട് പെർഫോം ചെയ്തു. കുറച്ച് സ്ഥലത്ത് മോൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്ഥലം മേലെ പോകുന്ന ആ നോട്ടൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് എത്താം. ദിവ്യയെ കൊണ്ട് പറ്റും. കുറച്ചുകൂടെ ഈസി ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ 1-2 സ്ഥലത്ത് ചെറുതായിട്ട് ഹോത്ത ഹേ യ ജഹാ, അവിടെ തുമ്പിൻ എന്നൊക്കെ ഉണ്ട് സെക്കൻഡ് ചരണത്തിൽ. അവിടെയൊക്കെ മാത്രം കുറച്ച് ചെറിയൊരു ചേരായിക, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു മാം. ജസീട്ട. ദിവ്യ താങ്ക് യു പറഞ്ഞ് അങ്ങ് മടുത്തല്ലോ. കുറേ താങ്ക് യു അങ്ങനെ കുറേ താങ്ക് യു. അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അതിൻ്റെ ഒരു സൈൻ. എങ്ങനെ ഇത്ര ഈ കൂട്ടുകാരുടെ നിന്ന് എങ്ങനെ ഇത്ര സപ്പോർട്ട് കിട്ടുന്നത്? എന്താണ് ഇതിൻ്റെ എന്താണ് ബാക്കിലുള്ളത് കാര്യം? ഇത്ര കണ്ടസ്റ്റൻസ് വന്നിട്ടും ദിവ്യക്കാണ് ഈ ഒരു സപ്പോർട്ട് കൂട്ടുകാരുടെ നിന്ന് കിട്ടിയത്. എന്താണ് എൻ്റെ രഹസ്യം? അത് മാത്രമാണ് എൻ്റെ ധൈര്യം ഇവിടെ നിൽക്കാനുള്ള. അവിടെ നിന്ന് പടിയിറങ്ങി വന്നപ്പോഴും മുതലേ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അത് പറഞ്ഞപ്പോ ആരും കൈയടിക്കണല്ലോ. അങ്ങനെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിൻ്റെ റിഫ്ലക്ഷൻ സത്യത്തിൽ പെർഫോമൻസിൽ ഫീൽ ചെയ്തു. അതും അങ്ങനെ ഒരു എക്സ്പ്രഷൻ വൈസ് ആയിരുന്നാലും എല്ലാം നല്ല പ്ലീസിങ് ആയിട്ട് തോന്നി. പാട്ടിൽ മുകളിലേക്ക് പോകുന്ന റേഞ്ച് ഇച്ചിരി പ്രശ്നമുണ്ട്. പിന്നെ വോയിസ് ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് കുഞ്ഞാവുന്നു. അത് ചിലപ്പോഴത്തേക്ക് പാട്ടിൻ്റെ ഒരു കൾച്ചർ അങ്ങനെ ഉണ്ടായിരിക്കാം. നന്നായിരുന്നു, കുഴപ്പമില്ല. ഇവരൊക്കെ വിളിക്കുന്ന എന്താ അറിയോ ദിവ്യേ? ഇല്ല, അമ്മുമ്മ. അമ്മുമ്മേ, നല്ലൊരു പേരാണല്ലോ. അത് എന്തുകൊണ്ടാ ദിവ്യ അങ്ങനെ ഒരു പേര് കിട്ടാൻ കാര്യം? എല്ലാരെക്കാളും മുതിർന്നായതുകൊണ്ട്. അല്ല, എല്ലാരും ഒരുപാട് അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്യോ? മോശമില്ല, കുറയ്ക്കാറില്ല. പക്ഷെ അമ്മുമ്മ എന്നുള്ള പേര് ഇപ്പോഴും കേട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി എപ്പോഴും കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കും അമ്മുമ്മ. അത്ര അങ്ങനെ ഇല്ലല്ലോ. ഇവിടെ ഒത്തിരി പേർക്ക് ഇരട്ട പേരുണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഓരോന്നായിട്ട് വെളി വരട്ടെ. 1-2 പേരൊക്കെ മനസ്സിലായി. പൂലൻ ദേവി, അതാണ് എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു പേര്. വേറെ ഏതാ പേര്? പൂലൻ ദേവി, ചീവീട് വെളിച്ചപ്പാട്. അശ്വിനി. ഇതൊക്കെ ആരാ ഇടുന്നത്? നിങ്ങള് എല്ലാവരുടെ ചേർന്ന് ഇടുന്നതാണോ അതോ 1-2 സോഴ്സിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതാണോ? എല്ലാരും കൂടെ ചേർന്ന്. എങ്കിലും എന്താണ് എല്ലാരും ഒരു ഫാമിലി ആയിട്ട്. സംശയമുണ്ട്, ഞങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് പേരിട്ടിട്ടുണ്ടെങ്കിലും സലീജിന്റെ മുഖം കണ്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഞങ്ങളുടെ പേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവേദി എലിമിനേഷൻ ലാസ്റ്റ് കുറെ ഡയലോഗ് അടിക്കുമല്ലോ, ആ സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ട് പോകരുത്. ഒന്നുകിൽ ഇത് നേരത്തെ പറഞ്ഞിട്ട് പോകണം. എങ്കിലും എന്താണ് എല്ലാവരും സത്യത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ വളരെ ഒരു സന്തോഷമുണ്ട്. Alright, that was fun. അപ്പോൾ let's move on to your marks അല്ലേ ദിവ്യ? ചേച്ചി, out of 40. 32. 32 out of 40. ജാസിട്ടാ? 20. 20 out of 30. ജെൻസേച്ചി? 22. 22 out of 30. ദിവ്യയുടെ ഹിന്ദി ഓൾഡ് സോങ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 74 മാർക്സ്.